നമുക്കറിയാം 2017 ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ആ ശസ്ത്രക്രിയ നടന്നത്. മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെയായിരുന്നു ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ഈ ഒരു കേസിൽ അതിനുശേഷം അവർ ഒരുപാട് ദുരിതം അനുഭവിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു കേസിൽ ഇന്നലെ വിചാരണ കോടതി നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സംഭവത്തിൽ വിചാരണ കോടതി നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് സർക്കാരിൻ്റെ വീഴ്ചയെന്ന് സമരസമിതി ആരോപിക്കുകയാണ്. ഒപ്പമുണ്ടെന്ന് പറയുന്ന സർക്കാർ ഒപ്പമില്ലെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഹർഷീന ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. പ്രതികളായ 2 ഡോക്ടർമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കേസിൽ എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. കേസ് ഇന്ന് വീണ്ടും കോടതിയിൽ വരാനിരിക്കെയാണ് സമരസമിതിയുടെ വിമർശനം. ഏറ്റവും പ്രമാദമായ ഒരു കേസല്ലേ ഹർഷീന കേസ്. പറയേണ്ടത് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിച്ചില്ല ഹർഷീനക്ക് വേണ്ടി എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ തുടർന്നു വരുന്ന ഒരു നിഷേധാത്മകമായ നിലപാടുണ്ട്. ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും ഒപ്പമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇരയ്ക്ക് നീതി കിട്ടും വരെ ഒപ്പമുണ്ടെന്ന് പറയുന്ന സർക്കാർ ഹർഷീന ആവശ്യപ്പെടുന്ന അഭിഭാഷകനെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കാൻ തയ്യാറാകണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ഹർഷീനക്ക് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ ഹർഷീന പറയുന്ന അഭിഭാഷകനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണമെന്നാണ്. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക അകപ്പെട്ടെന്നാണ് കേസ്. റിപ്പോർട്ടർ, കോഴിക്കോട്.